മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തി പ്രശസ്തയായ പെൺകുട്ടിയാണ് മോനി ഭോൻസ്ലെ എന്ന മോണോലിസ. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മോണോലിസയെ ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് ലോകപ്രശസ്തയാക്കിയത്. ഇതോടെ 16-കാരിയായ മോണോലിസയുടെ ജീവിതം ഒറ്റരാത്രി കൊണ്ട് മാറിമറിയുകയായിരുന്നു. ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം മുതൽ പല ബ്രാൻഡുകളുടെയും മോഡൽ വരെയാകാനുള്ള വാഗ്ദാനവും മോണോലിസയ്ക്ക് ലഭിച്ചു. ഇതിനിടെ കേരളത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പരിപാടിക്കായി ബോബി ചെമ്മണ്ണൂർ മോണോലിസയെ കൊണ്ടുവരികയും ചെയ്തു. 15 ലക്ഷം രൂപയ്ക്കാണ് മോണോലിസയെ ബോബി ചെമ്മണ്ണൂർ കേരളത്തിൽ എത്തിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ഒറ്റ രാത്രി കൊണ്ട് ജീവിതം അടിമുടി മാറിയ മോണോലിസയ്ക്ക് ആഡംബര കാറും കൂറ്റൻ ബംഗ്ലാവും സമ്മാനമായി ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മോണോലിസയുടെ സഹോദരിയായ ഇഷിക. മോണോലിസയ്ക്ക് അത്തരം സമ്മാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഈ അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇഷിക വ്യക്തമാക്കുന്നു. മോണോലിസയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താൻ ചില ആളുകൾ ഈ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണെന്നും കേരള സന്ദർശന വേളയിൽ മോണോലിസയ്ക്ക് 2 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചുവെങ്കിലും ഒരു ആഡംബര വസ്തുവകകളും ലഭിച്ചില്ലെന്നും ഇഷിക വ്യക്തമാക്കുന്നു. വരാനിരിക്കുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലും തന്റെ വേഷത്തിലും അഭിനയത്തിലുമാണ് മോണോലിസ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ സാമൂഹിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി നടത്തുന്ന അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് മോണോലിസ എത്തുന്നത്. അതേസമയം ഇത്തരം വലിയ പ്രശസ്തിയിലും മോണോലിസയുടെ കുടുംബം അവർക്ക് ചുറ്റും കെട്ടിച്ചമയ്ക്കുന്ന തെറ്റായ വാർത്തകളിലും വിവരങ്ങളിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ഇത്തരം കിംവദന്തികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല മോണോലിസയുടെ ഭാവിക്ക് തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുമെന്നാണ് ഇഷിക വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.